Hi dears, welcome to EdDream BCom online class. Today we are discussing financial accounting block 6 computerized accounting and its unit 18 introduction to computer accounting and creation of a company. We know that accountancy is the art of recording, classifying, summarizing and interpreting financial transactions and giving or analyzing the transactions and reporting information to management. The important function of management is decision making, and financial accounting provide various important data to the interested parties of the business. നമ്മുടെ ബിസിനസ്സിൽ താല്പര്യമുള്ള ഒരുപാട് പേഴ്സൺസ് ഉണ്ട്. ഓണേഴ്സ് ഉണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ലെൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഡാറ്റ ആവശ്യമാണ്. അവർക്ക് ഇതിലുള്ള ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ആവശ്യമായ ഡാറ്റ ആവശ്യമുള്ള സമയത്ത് കൃത്യമായ രൂപത്തിൽ അവർക്ക് എങ്ങനെയാണോ വേണ്ടത്, ചിലവർക്ക് റിപ്പോർട്ടുകളായിരിക്കും, ചിലർക്ക് വെറും ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും, റേഷ്യോ ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണോ അവർക്ക് ആവശ്യമുള്ളത് ആ രീതിയിൽ ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അക്കൗണ്ടൻസിയുടെ പ്രധാന ലക്ഷ്യം. പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ആൻഡ് അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ വളരെയധികം സഹായിക്കുന്ന ഒരു ടൂളാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇതിന് ഒരുപാട് സമയം ആവശ്യമായിരുന്നു. ആദ്യം ട്രഡീഷണൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മാനുവൽ അക്കൗണ്ടിങ് ആണ്. മനുഷ്യന്മാർ ഇരുന്ന് അക്കൗണ്ടുകൾ വരച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതി അതിലെ അടിസ്ഥാനമാക്കി റിപ്പോർട്ടുകൾ ഉണ്ടാക്കി മാനേജ്മെൻറ്റിന് കൊടുത്തിരുന്നു. എന്നാൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ആൻഡ് ദ അക്കൗണ്ടിങ് which is performed with the help of computers and accounting software is known as computerized accounting. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും അവരുടെ എല്ലാ പെർഫോമൻസും കമ്പ്യൂട്ടറിൻ്റെയും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുടെയും സഹായത്തോടു കൂടി പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് വിളിച്ചു. അപ്പോൾ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, അതിൽ വരുന്ന പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്, റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ എന്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു? മെഷീനറീസിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെയും അതിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടു കൂടി ആ ഫങ്ഷൻസ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പുതിയ ആശയം വന്നപ്പോൾ ഇറ്റ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മാനുവൽ അക്കൗണ്ടിങ്. നമ്മുടെ മാനുവൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ആക്ച്വലി രണ്ടിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് തന്നെയാണ്. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാണെങ്കിലും പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സും റിപ്പോർട്ട്സുമാണ് രണ്ടിലും ചെയ്യുന്ന ജോലി. പക്ഷെ അവ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അഡോപ്റ്റ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് സ്പീഡാണ്. within seconds or minutes we can prepare final reports. വെറുതെ ജേണൽ എൻട്രി മാത്രം, നമ്മുടെ ട്രാൻസാക്ഷൻസിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ആസ്പെക്ട്സ് മാത്രം നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി. അതല്ലാതെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യോ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യോ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റ ട്രാൻസാക്ഷൻസ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള റിപ്പോർട്ട്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ വേഗത്തിൽ ഡാറ്റ എൻ്റർ ചെയ്യാനും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും സമ്മറൈസേഷൻ ആണെങ്കിലും അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിലും വളരെ വേഗം അതിൻ്റെ പ്രോസസ്സിങ് നടത്താൻ നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അത് രണ്ടാമത്തെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് കോസ്റ്റാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഈസ് എക്സ്പെൻസീവ്. നമ്മൾക്കറിയാം, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സിസ്റ്റം വേണം, സോഫ്റ്റ്വെയർ വാങ്ങിക്കണം, റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം, അതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, അതിനാവശ്യമായ പ്രിൻ്റർ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ ഹൈലി എക്സ്പെൻസീവ് ആണ്. But when we are comparing the advantages of computerized accounting with its cost,
we can see that it is affordable. നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഈ ചിലവെല്ലാം വളരെ നിസ്സാരമായിട്ടേ നമ്മൾക്ക് തോന്നുള്ളൂ. ആക്ച്വലി മാനുവൽ അക്കൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എക്സ്പെൻസീവാണ്, പക്ഷേ അതിന് അതിൻ്റേതായ അത്രയും ഗുണങ്ങളുമുണ്ട്. പിന്നെ വരുന്നൊരു അഡ്വാൻറ്റേജ് ആണ് ബാക്കപ്പ്. നമ്മൾക്ക് ഡാറ്റയുടെ ബാക്കപ്പ് ഫെസിലിറ്റി. ഇപ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ പേപ്പർ റെക്കോർഡ്സിലാണ് എല്ലാ അക്കൗണ്ടുകളും ജേർണലും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ പേപ്പർ റെക്കോർഡ്സ് ഒരു തീപിടുത്തം ഉണ്ടായാൽ കത്തി നശിച്ചു പോകും, പിന്നെ നമ്മൾക്ക് അതിന് തെളിവില്ല. നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻ്റെയും തെളിവുകളാണ് അക്കൗണ്ട്സിലുള്ള വൗച്ചറുകളും ബില്ലുകളും എല്ലാം. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു വെച്ച ഡാറ്റയുടെ സോഫ്റ്റ് കോപ്പീസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ മെഷീന് ചെറിയ എന്തെങ്കിലും കേട് വന്നാലോ പവർ ഫെയിലർ വന്നാലോ ഒന്നും അതിൻ്റെ ഡാറ്റ എങ്ങോട്ടും പോകുന്നില്ല. അതിന് പ്രോപ്പർ ബാക്കപ്പ് ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ രണ്ടിലും ഒരേ ഫങ്ഷനാണ് ചെയ്യുന്നത് എങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ്ങും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സോ മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും രണ്ടാണ്, ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ബേസിസ് മാനുവൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഫസ്റ്റ് ബേസിസ് ഈസ് ഇറ്റ്സ് ഡെഫിനേഷൻ. ദ ഡെഫിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് treats with the system in which we keep physical registers and records. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ നിർവചന പ്രകാരം ഈ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ രേഖകൾ ഫിസിക്കലി പ്രിപ്പയർ ചെയ്ത് സൂക്ഷിക്കുന്നതാണ്. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് യൂസസ് കമ്പ്യൂട്ടർ ആൻഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഫോർ പ്രോസസിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇറ്റ്സ് റെക്കോർഡ് ഈസ് ഡിജിറ്റൽ റെക്കോർഡ്. ഇവിടെ ഫിസിക്കൽ റെക്കോർഡ് അല്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്? ഡിജിറ്റൽ റെക്കോർഡാണ്. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഇൻ മാനുവൽ അക്കൗണ്ടിങ് ഫസ്റ്റ് ഓഫ് ഓൾ വി പ്രിപ്പയർ ജേർണൽ, ദെൻ എൻട്രീസ് ആർ പോസ്റ്റഡ് ടു ലെഡ്ജർ അക്കൗണ്ട്സ് മാനുവലി. ഓരോ എൻട്രിയും നോക്കി അതിലെ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കി ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് ആളുകൾ തന്നെ ഇരുന്ന് എഴുതുന്ന സിസ്റ്റമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ളത്. ജേർണൽ ചെക്ക് ചെയ്യുക, എന്നിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് നോക്കി ലെഡ്ജർ അക്കൗണ്ട്സിന്റെ സൈഡിൽ എൻ്റർ ചെയ്യുന്നു. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ എങ്ങനെയാണ്? ഓട്ടോമാറ്റിക്കലി പ്രിപ്പയേഴ്സ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. നമ്മൾ വെറുതെ ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ ഏത് കാറ്റഗറിയിലാണ് എന്ന് മാത്രം സേവ് ചെയ്ത് വെച്ചാൽ മതി. ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്ത് ലഭിക്കുന്നു. ദെൻ അടുത്തത് ട്രയൽ ബാലൻസ് ആണ്. ഇതേപോലെ തന്നെയാണ്, ഈ ഡിഫറൻസ് തന്നെയാണ് നമ്മൾ ട്രയൽ ബാലൻസിന്റെ കേസിലും. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ആദ്യം ജേർണൽ പ്രിപ്പയർ ചെയ്യണം, ജേർണലിനെ അടിസ്ഥാനമാക്കി ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജർ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് അതിന്റെ ബാലൻസുകൾ എടുത്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. എന്നാൽ നമ്മളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഈ പ്രയാസങ്ങളൊന്നുമില്ല. എൻട്രീസ് മാത്രം എൻ്റർ ചെയ്താൽ മതി ട്രാൻസാക്ഷൻസിലെ. ആ എൻട്രീസിനെ അടിസ്ഥാനമാക്കി ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രിപ്പയർ ചെയ്ത് ലഭ്യമാണ്. ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന്റെ റെക്കോർഡിങ്ങിലാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആദ്യം ജേർണലിൽ എഴുതണം, ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലെഡ്ജറിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ദെൻ റിലേറ്റഡ് അക്കൗണ്ട്സിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എൻ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തില് ഓൺലി ടു പാസ് ദ എൻട്രീസ്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് മാത്രം എൻ്റർ ചെയ്താൽ മതി. ബാക്കി ലെഡ്ജറിലും ട്രയൽ ബാലൻസിലും ഒക്കെ കമ്പ്യൂട്ടർ തന്നെ അത് മാറ്റം വരുത്തിക്കോളും. അല്ലാതെ നമ്മൾ ഓരോ അക്കൗണ്ടിലും പോയി മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അത് വളരെ ഈസിയാണ്. കാരണം എൻട്രീസ് മാത്രം നമ്മൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തു. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റവും മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസിൽ മെയിനായിട്ട് 9 പോയിന്റ്സ് ആണ് പറയുന്നത്.
automation, accuracy, data access, representation of data, reliability, scalable, speed, security and cost effective. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് പറയുന്ന സമയത്ത് ഓൺലി എൻട്രീസ് ആർ ടു ബി എൻറ്റേർഡ് ഇൻ ടു കമ്പ്യൂട്ടർ. നമ്മൾ എന്ത് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി? ജേണൽ എൻട്രീസിന് ആവശ്യമായ ഡാറ്റ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ആ ഡാറ്റയെ വെച്ചുകൊണ്ട് ലെഡ്ജറും ബാക്കിയുള്ള എല്ലാതരം അനാലിസിസ് ഷീറ്റുകളും റിപ്പോർട്ടുകളും എല്ലാം നമ്മളുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്ത് നമ്മൾക്ക് നൽകുന്നു. രണ്ടാമതായി പറയുന്നത് ആക്യുറസിയാണ്. കമ്പ്യൂട്ടറിലൂടെ പ്രിപ്പയർ ചെയ്യപ്പെടുന്ന അക്കൗണ്ട്സിനെ മനുഷ്യന്മാർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിനേക്കാൾ കൂടുതൽ ആക്യുറേറ്റ് ആണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം മെഷീനാണ് കാൽക്കുലേഷൻസ് നടത്തുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. ഇപ്പോൾ റേഷ്യോ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്, ആ മെഷീൻ പ്രിപ്പയർഡ് ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. ചാൻസസ് ഓഫ് എറർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദെൻ മൂന്നാമതായി പറയുന്നത് ഡാറ്റ ആക്സസ് ആണ്. സാധാരണ ഒരാൾ ഒരു ടേബിളിൽ ഇരുന്ന് അക്കൗണ്ടുകൾ എൻ്റർ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ലെഡ്ജർ ഉണ്ടാക്കി ട്രയൽ ബാലൻസ് ഉണ്ടാക്കി എല്ലാം അദ്ദേഹം മാത്രമായിരിക്കും ആ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ലാൻഡ് ഏരിയ നെറ്റ്വർക്കിലൂടെയൊക്കെ കണക്ട് ചെയ്ത കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻ്റർ ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ വേറൊരാൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഡാറ്റ ആക്സസ് ഫെസിലിറ്റി അവിടെയുണ്ട്. ഓൺലൈൻ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഡാറ്റ അതിൽ ആക്സസ് ചെയ്യാം. ദെൻ അടുത്തതായി പറയുന്നത് ഏർലി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ബേസിക് എൻട്രീസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അടിസ്ഥാനമാക്കി ചാർട്ടുകളോ ടേബിളുകളോ ഏത് ഫോർമാറ്റിലുള്ള റിപ്പോർട്ട്സ് വേണമെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ടേബിളൊക്കെ വരച്ചുണ്ടാക്കി ഡാറ്റ ഉണ്ടാക്കുമ്പോൾ നമ്മളോട് പറയുകയാണ് മാനേജർ ടേബിൾ വേണ്ട, ഗ്രാഫ് മതി. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ആദ്യം ഗ്രാഫ് പ്രിപ്പയർ ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഏതാണോ ഫോർമാറ്റ് എങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷൻ കമ്പ്യൂട്ടറിൽ വളരെ വേഗം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ദെൻ റിലയബിലിറ്റി, വിശ്വാസ്യത. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് അത്രയും ആക്യുറേറ്റ് ആണ്. അപ്പോൾ ആക്യുറേറ്റ് ഡാറ്റ വെച്ചുകൊണ്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം മോർ റിലയബിൾ ആണ് ഏതിനേക്കാൾ ദാൻ മാനുവൽ അക്കൗണ്ടിങ്. ദെൻ വരുന്നത് സ്കെയിലബിൾ. ദാറ്റ് മീൻസ് ഷിഫ്റ്റിംഗ് ഓഫ് ഡാറ്റ ഈസ് ഈസി. സാധാരണ മനുഷ്യന്മാരാണെങ്കിൽ ഡാറ്റയുടെ വോള്യൂം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പേപ്പർ ഡോക്യുമെൻറ്റിൻ്റെ വോള്യൂവും കൂടും. എന്നാൽ കമ്പ്യൂട്ടറിൽ അങ്ങനെയില്ല. എത്ര വോള്യൂം ഓഫ് ഡാറ്റ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും അത് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അതിലത്തെ ഡാറ്റ ഷിഫ്റ്റ് ചെയ്യാൻ ഈസിയാണ്. ഒരു ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് എടുത്തു കൊണ്ടുപോകുന്ന പ്രയാസമൊന്നും മെഷീൻ റിലേറ്റഡ് സ്റ്റോറേജ് ഡിവൈസുകൾക്കില്ല. വളരെ വേഗം ഡാറ്റ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ദെൻ സ്പീഡാണ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എത്തണമെങ്കിൽ മാസങ്ങളോളം ഒരു അക്കൗണ്ടൻറ്റ് വർക്ക് ചെയ്യേണ്ടതായി വരും. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, വളരെയധികം ഫാസ്റ്ററാണ്. നമ്മൾ അതിൻ്റെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അറ്റ് എ ടൈം നമ്മൾക്ക് അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് കാണാൻ കഴിയും. ദെൻ സെക്യൂരിറ്റി. നമ്മൾക്ക് മാൻമെയ്ഡ് ഹസാർഡുകൾ അല്ലെങ്കിൽ ത്രട്ട്, നാച്ചുറൽ കലാമിറ്റീസ്, ഇതിൽ നിന്നെല്ലാം പേപ്പർ റെക്കോർഡ്സിനേക്കാൾ കൂടുതൽ സെക്യൂർ ആണ് നമ്മുടെ മെഷീൻ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡ്സ്. അത് വളരെയധികം സേഫായി നിൽക്കുന്നു. പേപ്പർ കത്തിച്ച് കളയുന്ന പോലെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ ഡിസ്കുകളോ ഒന്നും അത്ര വേഗം നശിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ആണെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായി സെക്യൂർഡായി സേവ് ചെയ്ത് പരസ്പരം 2-3 ആളുടെ മെമ്മറികളിലേക്കൊക്കെ 2-3 ആളുകളുടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സായി അവരുടെ ഡിവൈസ് മെമ്മറികളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസ് നശിപ്പിച്ചുവെങ്കിലും നമ്മുടെ റെക്കോർഡൊന്നും നശിച്ചു പോവില്ല. അപ്പോൾ കൂടുതൽ സെക്യൂർഡ് ആണ്. ദെൻ ലാസ്റ്റിൽ വരുന്ന പോയിന്റ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സോഫ്റ്റ്വെയറിന് കോസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ ആ കോസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുന്ന സമയത്ത് ഈ കോസ്റ്റ് അത്രയധികം അധികമല്ല എന്ന് നമ്മൾക്ക് തോന്നും. അഫോർഡബിൾ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. കോസ്റ്റ് എഫക്റ്റീവ് സിസ്റ്റമാണ്.
ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ ഏറ്റവും ആദ്യം വരുന്നത് കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ തന്നെയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു സിസ്റ്റം വേണം, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വാങ്ങിക്കണമെങ്കിൽ ക്യാഷ് വേണം. അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ആ സോഫ്റ്റ്വെയർ കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഓരോ വർഷവും നമ്മൾ ഉപയോഗിക്കുന്നതിനുള്ള ചില പേയ്മെൻറ്റുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ട്രെയിനിങ്, ഇതിൻ്റെ റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുള്ള ചിലവ്, ഇപ്പോൾ പ്രിൻ്റർ, ഡാറ്റ സേവിങ് ഡിവൈസസ്, അതെല്ലാം വാങ്ങുമ്പോൾ ഒരുപാട് ചിലവൊക്കെ നമ്മൾക്ക് വരും. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ കുറേ കാലം ഈ ജോലിക്കാരെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെയും ചിലവ് വരും. പക്ഷേ എങ്ങനെയാണെങ്കിലും മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ ചിലവ് കൂടിയതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ വളരെ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒന്നും അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല, കാരണം എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ രണ്ടാമതായി പറയുന്നത് റിലയൻസ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറുകളിലെ വൈറസുകളൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആണെന്നൊക്കെ പറയുമ്പോഴും ഹാക്കേഴ്സിൻ്റെ അറ്റാക്കുകൾ, വൈറസിൻ്റെ അപാകതകൾ, വൈറസ് സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഡിപ്പെൻസ് ആണ്. ദെൻ അടുത്തതായിട്ട് ഫ്രോഡാണ്. ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഡാറ്റ ആർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്രോഡ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എനിബഡി ക്യാൻ ആക്സസ് ദ ഡാറ്റ. ഓൺലൈൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ആർക്ക് വേണമെങ്കിൽ ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ടൻ്റ് കറക്റ്റായ ഫിഗർ ആയിരിക്കും ചിലപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ദർ മേ ബി ചാൻസസ് ഓഫ് ഫ്രോഡ്. ഏതെങ്കിലും ആളുകൾക്ക് ആ ഡാറ്റ ആൾട്ടർ ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ദെൻ അടുത്ത ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ഹ്യൂമൺ എററാണ്. ഹ്യൂമൺ എറർ റിലേറ്റ്സ് ടു ഡാറ്റ എൻ്ററിങ്. നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കുമ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾക്ക് വരുന്ന തെറ്റ് പോലെ തന്നെ ടൈപ്പ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ ഫിഗറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ എൻ്റർ ചെയ്ത ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് കമ്പ്യൂട്ടർ നമ്മൾക്ക് റിപ്പോർട്ട് തരുന്നത്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ആക്യുറസി ബാധിക്കപ്പെടാറുണ്ട്. കാരണം മെഷീനല്ല, പലപ്പോഴും ഹ്യൂമൺ എറേഴ്സ് ആണ് റീസൺ ആയിട്ട് വരാറുള്ളത്. ദെൻ അടുത്തതായി വരുന്നത് ട്രെയിനിങ് ആണ്. പുതിയൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് അത് ഉപയോഗിക്കുന്ന സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് നൽകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിന് എന്തായാലും നമ്മൾക്ക് എക്സ്പെൻസ് നേരിടേണ്ടതായി വരും. അതേപോലെ തന്നെ ആ സിസ്റ്റത്തിൽ അപ്ഡേഷൻസ് വരുന്ന സമയത്തും ഇവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് നമ്മൾ അഫോർഡബിൾ കോസ്റ്റിൽ നൽകേണ്ടി വരും. ദെൻ ലാസ്റ്റിൽ വരുന്നത് ടൈമാണ്. ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഹ്യൂമൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ജേണൽ എഴുതണം, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം, ഒരുപാട് സമയം ആവശ്യമാണ്. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ. പക്ഷേ ലാർജ് വോള്യൂം ഓഫ് ഡാറ്റയാണെങ്കിൽ ആ ഡാറ്റ എൻ്ററിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്ന പ്രക്രിയ ആയിരിക്കും. അപ്പോൾ ഒരുപാട് വോള്യൂം ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ഒരാളത് എല്ലാം എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സമയം ഉപയോഗിക്കേണ്ടതായി വരും. ഇത്രയുമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നെക്സ്റ്റ് ടോപ്പിക്, കൺസിഡറേഷൻസ് വൈൽ ചൂസിങ് ആൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമ്മളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ആദ്യമായി പറയുന്നത് സൈസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മുടെ ബിസിനസ്സിൻ്റെ വോള്യൂം നമ്മൾക്ക് ആദ്യം അറിയണം. സ്മാൾ സൈസാണോ, മീഡിയം ആണോ, ലാർജ് സൈസാണോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് സോഫ്റ്റ്വെയർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യേണ്ടത്. വളരെ ചെറിയ ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു സിംഗിൾ യൂസർ സോഫ്റ്റ്വെയർ ഒക്കെ മതി. എന്നാൽ ഒരുപാട് ബ്രാഞ്ചുകളുള്ള, ഒരുപാട് ടെറിട്ടറീസിൽ ബിസിനസ് കവർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ കോംപ്ലക്സ് ഏരിയ നെറ്റ്വർക്ക്സിൻ്റെയൊക്കെ സഹായം നമ്മൾക്ക് ആവശ്യമായി വരും. ഒരു ബിൽഡിങ്ങിൽ മാത്രമാണെങ്കിൽ ലാൻഡ് ഏരിയ നെറ്റ്വർക്കോ, അങ്ങനെ ഓരോ സ്ഥാപനത്തിൻ്റെയും സൈസിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. ദെൻ രണ്ടാമതായി പറയുന്നത് ഈസ് ഓഫ് യൂസ് ആണ്. ഉപയോഗിക്കാനുള്ള എളുപ്പം.
ഇൻ്റർഫേസ് ആൻഡ് നാവിഗേഷൻ ഷുഡ് ബി സിമ്പിൾ. നമ്മൾക്ക് ആ സിസ്റ്റം ഉപയോഗിക്കാൻ വളരെ അതിൻ്റെ ഇൻ്ററാക്ട് ചെയ്യാനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫീച്ചേഴ്സും എല്ലാം വളരെയധികം നമ്മൾക്ക് സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കണം. ദെൻ മൂന്നാമതായി പറയുന്നത് ഫീച്ചേഴ്സാണ്. ആ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവോയ്സിങ്, ഓൺലൈൻ പേയ്മെൻറ്റ്, പേറോള്, അങ്ങനെയുള്ള നമ്മൾക്ക് ആവശ്യമുള്ള ഫീച്ചറുകളെല്ലാം അതിലുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ദെൻ നാലാമതായി പറയുന്നത് പ്രൊട്ടക്ട്സ് ക്ലാസിഫൈഡ് ഡാറ്റ. പലപ്പോഴും നമ്മൾ ക്ലൗഡ് സർവീസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഡാറ്റ ആർ സെക്യൂർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ സെർവേഴ്സ്. അങ്ങനെ എക്സ്റ്റേണൽ സെർവറിൻ്റെയൊക്കെ സർവീസ് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിഫൈഡ് ഡാറ്റ പ്രോപ്പറായി സെക്യൂർ ചെയ്യാൻ കഴിയും. അതിനുള്ള ഫെസിലിറ്റിയൊക്കെ സോഫ്റ്റ്വെയറിലുണ്ടോ എന്ന് നോക്കണം. ദെൻ അടുത്തതായി പറയുന്നത് കോമ്പാറ്റബിലിറ്റിയാണ്. ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിൽ ചിലപ്പോൾ വേറെയും കൊമേഴ്സ് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളുടെ ആ എക്സിസ്റ്റിംഗ് ടൂൾസും ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ചേർന്ന് പോകുന്ന രീതിയിലുള്ളതായിരിക്കണം. അതാണ് കോമ്പാറ്റബിലിറ്റിയിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ വരുന്നത് പ്രൈസാണ്. മണി മാനേജ്മെൻറ്റ് ഒരു ഒഴിവാക്കാനാവാത്ത ഘടകമാണ് ബിസിനസ്സിൽ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസ് നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ, അതോ നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഫെസിലിറ്റി കൂടുന്തോറും അതിൻ്റെ പ്രൈസും കൂടും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്രൈസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാൻ അത്രയും ശ്രദ്ധിക്കണം. നമ്മൾ ടൈം മാനേജ്മെൻറ്റ് പോലെ തന്നെ മണി മാനേജ്മെൻറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ. ഇനി ഇന്ത്യയിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് ടാലി ERP9, ദെൻ പ്രോഫിറ്റ് ബുക്സ്, ദെൻ മാർഗ്, ദെൻ വേവ്. വേവ് എന്നൊക്കെ പറയുമ്പോൾ 100% ഫ്രീ, സെക്യൂർ ആൻഡ് വെരി പോപ്പുലർ അക്കൗണ്ടിങ് ടൂൾസ് ആണ് അതിലുള്ളത്. അതേപോലെ തന്നെ സീറോ, ദെൻ ലാസ്റ്റിൽ വരുന്നത് റീച്ച്. ഇത് ഓരോന്നും ഓരോ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. ഇപ്പോൾ ഇതിൽ പ്രോഫിറ്റ് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ സ്മാൾ എൻ്റർപ്രൈസസ്. ചെറിയ സ്ഥാപനങ്ങൾക്ക് സ്യൂട്ട് ആവുന്നതാണ് പ്രോഫിറ്റ് ബുക്സ്. പിന്നെ ടാലി നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ 2 ദശകങ്ങളായി നിലനിൽക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ടാലി. പിന്നെ മാർഗ് ഉണ്ട്, ഡെവലപ്ഡ് ബൈ മാർഗ് കമ്പ്യൂസോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ വേവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ സീറോ, അത് ഡെവലപ്ഡ് ബൈ സീറോ, അവാർഡ് വിന്നിങ് വെബ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് സ്മാൾ ബിസിനസ്സിനും അക്കൗണ്ടൻസിനും. പിന്നെ ലാസ്റ്റിൽ പറയുന്നത് റീച്ച് അക്കൗണ്ട്സ് ആണ്. റീച്ച് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ റീച്ച് അക്കൗണ്ടൻറ്റ്. അത് ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. സ്മാൾ ആൻഡ് മീഡിയം ബിസിനസ്സിനെ എയിം ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും മോസ്റ്റ് പ്രിവലൻ്റ് ആയിട്ടുള്ള ബിസിനസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ് ഇന്ത്യയിലത്തെ. ഇത് 6 ടാലി, പ്രോഫിറ്റ് ബുക്സ്, മാർഗ്, വേവ്, സീറോ ആൻഡ് റീച്ച്. Introduction to Tally ERP9. Tally developed by Tally Solutions, and it may be applicable to small to large organizations. 2 decades ആയിട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലറായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ടാലി. ഇത് ചെറിയ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മീഡിയം ആൻഡ് ലാർജ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ നമ്മൾക്ക് ഈസിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ടാലി ERP9 എന്ന് പറയുന്നത്. ഇതിന് 2 ലൈസൻസിങ് സിസ്റ്റം ഉണ്ട്. ടാലി സോഫ്റ്റ്വെയറിന് 2 തരത്തിലുള്ള ലൈസൻസിങ് സിസ്റ്റമാണ് ഉള്ളത്. ഒന്ന് സിൽവർ എഡിഷൻ മോഡ്, അതായത് സിംഗിൾ യൂസർ സിസ്റ്റം. 2 ഗോൾഡ് എഡിഷൻ മോഡ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് യൂസർ സിസ്റ്റം. സിൽവർ എഡിഷൻ മോഡ് അല്ലെങ്കിൽ സിംഗിൾ യൂസർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംഗിൾ യൂസ് PC ആണ്. ഒരു സിസ്റ്റത്തിൽ
ഒരു യൂസർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു രീതി, അങ്ങനെയുള്ള ലൈസൻസിങ് സിസ്റ്റമാണ് സിൽവർ എഡിഷൻ മോഡ്. ഇറ്റ് മേ ബി ആക്ടിവേറ്റഡ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. രണ്ട് രീതിയിൽ നമ്മൾക്ക് അതിൽ ആക്ടിവേറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്സസ്ഡ് ബൈ സിംഗിൾ യൂസർ ഫ്രം ദ ഇൻസ്റ്റാൾഡ് സിസ്റ്റം. ഒരാൾക്ക് മാത്രം, നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് സിംഗിൾ യൂസർ സിസ്റ്റം അല്ലെങ്കിൽ സിൽവർ എഡിഷൻ മോഡ്. എന്നാൽ ഗോൾഡ് എഡിഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് യൂസേഴ്സ് ആണ്. ലാർജ് ഓർഗനൈസേഷൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അൺലിമിറ്റഡ് PCസിൽ ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് മേ ബി ആക്ടിവേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാൻഡ് ഏരിയ നെറ്റ്വർക്ക്സ്. നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് സൗകര്യത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മാക്സിമം 10 യൂസേഴ്സിനെ വരെ സപ്പോർട്ട് ചെയ്യും. അതാണ് രണ്ടാമത്തെ എഡിഷൻ, ഗോൾഡ് എഡിഷൻ. പിന്നെ വരുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ടാലി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹൗ ടു സ്റ്റാർട്ട് ടാലി. നമ്മളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് ആൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യാം. ആൾ പ്രോഗ്രാംസിൽ നിന്ന് ഗോ ടു ടാലി, നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ടാലി ഐക്കൺ ഡെസ്ക് ടോപ്പിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ആൾ പ്രോഗ്രാംസിലൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഡെസ്ക് ടോപ്പിൽ ടാലിയുടെ ഐക്കൺ ഇൻസ്റ്റാൾ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ഓൺ ദ ടാലി ഐക്കൺ. നമ്മുടെ ടാലി ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാലിയുടെ ഗേറ്റ് വേയിലെത്തും, അല്ലെങ്കിൽ ടാലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് രീതിയിലും ടാലിയിലേക്ക് എൻ്റർ ചെയ്യാം. കോമ്പോണൻസ് ഓഫ് ടാലി. ടാലി ഗേറ്റ് വേയിലൂടെ നമ്മൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗേറ്റ് വേ ഓഫ് ടാലി ഡിസ്പ്ലേസ് മെനു, സ്ക്രീൻ, റിപ്പോർട്ട്സ് ആൻഡ് ഓപ്ഷൻസ്. അതെല്ലാം നമ്മൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതേപോലെ മെയിനായിട്ട് വരുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത് ടാലിയിലെ കോമ്പോണൻസ് ടോപ്പ് ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, ക്ലോസ് ബട്ടൺ, സ്ക്രീൻ നെയിം, റൈറ്റ് പെയിൻ, ലെഫ്റ്റ് പെയിൻ, വെർട്ടിക്കൽ പാനൽ ബാർ, കാൽക്കുലേറ്റർ, ഇൻഫർമേഷൻ പാനൽ ആൻഡ് ടാസ്ക് ബാർ. ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ടോപ്പിക്സും പഠിക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതാത് പറയുന്ന ആ കാര്യം ഡിസ്പ്ലേ ചെയ്യുന്ന കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ പിക്ചർ കൂടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഇത് വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ആ സ്ക്രീന് കൂടി ഒന്ന് നോക്കുക, ആ സ്ക്രീനിൻ്റെ പിക്ചർ കൂടി ഒന്ന് നോക്കി വേണം മനസ്സിലാക്കി വെക്കാൻ. അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ടോപ്പ് ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ ആണ്. അതിൽ കളക്ഷൻ ഓഫ് ബട്ടൺസ് ദാറ്റ് ആർ ഫിക്സ്ഡ് ആൻഡ് പ്രൊവൈഡ് ക്വിക്ക് ഇൻ്ററാക്ഷൻ. നമ്മൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഈ സോഫ്റ്റ്വെയറുമായിട്ട് വളരെ വേഗം ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പ് ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ. അതിലുള്ള ഓരോ ടൂൾസിൻ്റെയും പേരാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ആ ആക്ഷൻ, ആ പർട്ടിക്കുലർ ആക്ഷനിലേക്ക് വളരെ വേഗം നമ്മൾക്ക് എത്താൻ കഴിയും. രണ്ടാമതായി ക്ലോസ് ബട്ടൺ ആണ്. ക്ലോസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ ടാലി പ്രോഗ്രാമിൽ നിന്ന് നമ്മൾക്ക് മൂവ് ഔട്ട് ചെയ്യണമെങ്കിൽ, പുറത്തേക്ക് പോകണമെങ്കിൽ, അത് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് ക്ലോസ് ബട്ടൺ. ദെൻ അടുത്തതെന്ന് പറയുന്നത് സ്ക്രീൻ നെയിം ആണ്. സ്ക്രീൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഓഫ് കറൻറ്റ് സ്ക്രീൻ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ സ്ക്രീനിൻ്റെ പേര് ഡിപിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് റൈറ്റ് പെയിൻ. റൈറ്റ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെനൂസ് ആർ ഡിസ്പ്ലേഡ്, നമ്മൾക്ക് ആവശ്യമുള്ള മെനു. പിന്നെ റെഡ് ലെറ്റർ ഇൻ ഈച്ച് മെനു റെപ്രസെൻറ്റ് ഷോർട്ട് കട്ട്. ആ മെനുവിലേക്ക് എത്താനുള്ള, ഇപ്പോൾ മൗസ് കൊണ്ട് ആ മെനു പോയി സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട, ഡയറക്റ്റ് ആയി എത്തിച്ചേരാനുള്ള ഷോർട്ട് കട്ട് അവിടെ റെഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കീബോർഡിൽ ആ റെഡ് ലെറ്റേഴ്സ് ഏതൊക്കെയാണോ അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഓപ്ഷനിലേക്ക് എത്താം. പിന്നുള്ളത് ലെഫ്റ്റ് പെയിൻ ആണ്. ലെഫ്റ്റ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് പീരിയഡ്, കറൻറ്റ് ഡേറ്റ്, നെയിം ഓഫ് കമ്പനി, ലാസ്റ്റ് ഡേറ്റ് ഓഫ് വൗച്ചർ, വൗച്ചർ എൻട്രി ഡൺ, അതായത് ഏറ്റവും അവസാനം എൻട്രി ചെയ്ത ഡേറ്റ്, അതെല്ലാം കാണിക്കുന്ന ഏരിയയാണ് ലെഫ്റ്റ് പെയിൻ. പിന്നെ വെർട്ടിക്കൽ പാനൽ ബാർ ആണ്. അത് ക്വിക്ക് ഇൻ്ററാക്ഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെർട്ടിക്കൽ പാനൽ ബാർ. പിന്നെ വരുന്നത് കാൽക്കുലേറ്റർ ആണ്. കാൽക്കുലേഷൻ വർക്ക്സ് നടത്തണമെങ്കിൽ
ഉപയോഗിക്കാനുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് അവിടെ തന്നിട്ടുണ്ട്, Ctrl+N. അപ്പോൾ Ctrl+N കീസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ എത്താം? കാൽക്കുലേറ്ററിൽ എത്താം. പിന്നെ വരുന്നത് ഇൻഫർമേഷൻ പാനലാണ്. ഇറ്റ് ഡിസ്പ്ലേസ് ഡീറ്റെയിൽസ് ഓഫ് പ്രൊഡക്റ്റ്, വേർഷൻ, ലൈസൻസ് ആൻഡ് കോൺഫിഗറേഷൻ. നമ്മളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഏത് വേർഷനാണ്, ഏത് ലൈസൻസ് ആണ്, കോൺഫിഗറേഷൻ ഏതാണ്, അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതാണ് ഇൻഫർമേഷൻ പാനൽ. പിന്നെ ലാസ്റ്റിൽ വരുന്നത് ടാസ്ക് ബാർ. ഇറ്റ് ഷോസ് കംപ്ലീറ്റ് നാവിഗേഷൻ പാത്ത് ഓഫ് ദ കറന്റ് മെനു ഓർ സ്ക്രീൻ സെലക്ടർ. നമ്മൾ അതുവരെ ചെയ്ത ടാസ്കുകൾ, അതിൻ്റെ ആ നാവിഗേഷൻ പാത്ത് കാണിക്കുന്നതാണ് ടാസ്ക് ബാർ, കറന്റ് മെനുവിലേക്ക് എത്തുന്നത്. ഇത്രയുമാണ് കോമ്പോണൻസ് ഓഫ് ടാലി. ഏതൊക്കെയാ പറഞ്ഞത്? ടോപ്പ് ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, ക്ലോസ് ബട്ടൺ, സ്ക്രീൻ നെയിം, റൈറ്റ് പെയിൻ, ലെഫ്റ്റ് പെയിൻ, vertical panel bar, calculator, information panel and a task bar. Creation of a company. The first step towards working with Tally is creation of a company. We know that company is the organization for which we are recording and maintaining the financial transactions or records. നമ്മൾ ഈ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഏതൊരു സ്ഥാപനത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്, ആ സ്ഥാപനമാണ് നമ്മളുടെ കമ്പനി. അപ്പോൾ അത് പാർട്ട്ണർഷിപ്പ് ആവാം, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആവാം, കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആവാം, ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആവാം, സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ ആവാം, ഏത് വേണമെങ്കിലാവാം. ഈ ഓർഗനൈസേഷന് വേണ്ടിയാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് കമ്പനി ക്രിയേഷൻ എന്നുള്ള ആ ഒരു ടേമിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ കമ്പനിയുടെ പേര്, മെയിലിംഗ് അഡ്രസ്സ് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നീട് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോഴാണ് ആ കമ്പനിയുടെ പേരിൽ ഈ ഡാറ്റയെല്ലാം നമ്മൾക്ക് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗോ ടു ഓർ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് കമ്പനി ഇൻ കമ്പനി ഇൻഫോ. കമ്പനി ഇൻഫോയിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് Alt+F3. Alt+F3 ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ക്രീനിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ക്രിയേറ്റ് എ കമ്പനി എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സ്ക്രീന്, കമ്പനി ഇൻഫോയിൽ ക്രിയേറ്റ് എ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്രീന്, ദെൻ ക്രിയേറ്റ് എ കമ്പനി എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ നമ്മൾക്ക് ലഭ്യമാവുന്ന സ്ക്രീനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾക്ക് ആവശ്യമായ ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ഓരോ ഫീൽഡുകൾ ഉണ്ടാവും. ആ സ്ക്രീനിലുള്ള ഫീൽഡുകളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഡാറ്റ എൻ്റർ ചെയ്ത് വെക്കാം, നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഇതിൽ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഡയറക്ടറിയാണ്. നമ്മളുടെ പാത്ത് വേർ യുവർ കമ്പനി ഡാറ്റ ഈസ് സ്റ്റോർഡ്. ഏതൊക്കെ DIR എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്ടറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുമല്ലോ. ഡോസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഡയറക്ടറി ക്രിയേഷനൊക്കെ അറിയാൻ കഴിയും. അതേപോലെ കമ്പനിയുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പാത്താണ് ഈ ഡയറക്ടറിയിൽ വരുന്നത്. പിന്നെ വരുന്നത് നെയിമാണ്. നെയിം, നമ്മുടെ കമ്പനിയുടെ പേര്, അത് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാനുള്ള ഫീൽഡ്. പിന്നെ വരുന്നത് പ്രൈമറി മെയിലിംഗ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ കമ്പനിയിൽ മെയിൽ കിട്ടേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറി ഡീറ്റെയിൽസ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിലിംഗ് നെയിം, അഡ്രസ്സ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, പിന്നെ സ്റ്റേറ്റ്, പിൻകോഡ്, അത്രയും ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് വെക്കാം. പിന്നെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ്, ഇപ്പോൾ ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഫാക്സ് നമ്പർ, അങ്ങനെയുള്ള കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. പിന്നെ വരുന്നത് ഓട്ടോ ബാക്കപ്പ് ഓപ്ഷനാണ്. അതിൽ യെസ് എന്ന് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ബാക്കപ്പ്, നമ്മളുടെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റോർ ആവുന്ന രീതിയിലുള്ള ഓട്ടോ ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആവും. പിന്നെ വരുന്നത് കമ്പനി ഡീറ്റെയിൽസ് ആണ്. കറൻസി, സിമ്പല്, അതേപോലെ തന്നെ മെയിൻ്റനൻസ്, നമ്മൾ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്, സെലക്ട് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി,
പിന്നെ അങ്ങനെയുള്ള രീതിയിലുള്ള ബുക്സ്, അതിൻ്റെയൊക്കെ മെയിൻ്റനൻസിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഫിനാൻഷ്യൽ ഇയർ 12 months, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ. സാധാരണ നമ്മൾ 1st April മുതൽ 31st March വരെ. അപ്പോൾ അത് എൻ്റർ ചെയ്യുക. പിന്നെ ബുക്സ് ബിഗിനിങ് ഫ്രം, ഏത് ഡേറ്റ് മുതൽക്കാണ് നമ്മുടെ ബുക്സിൻ്റെ റെക്കോർഡിംഗ്, ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഡേറ്റ് അറ്റ് വിച്ച് യു സ്റ്റാർട്ടഡ് മെയിൻറ്റെയിനിങ് യുവർ ബുക്സ്, അത് എൻ്റർ ചെയ്യാം. പിന്നെ സെക്യൂരിറ്റി കൺട്രോൾ ആണ് വരുന്നത്. അതിൽ ടാലി വാൾട്ട് പാസ്വേഡ്, നമ്മൾക്ക് പാസ്വേഡ് എനേബിൾ ചെയ്യാൻ കഴിയും. അപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ അത് ഡിസ്പ്ലേയിൽ വരില്ല, സ്റ്റാർ മാർക്കുകളാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരിക. പിന്നെ റിപ്പീറ്റ് പാസ്വേഡ്, അത് വാരിയസ് ഫീൽഡുകളിൽ നമുക്ക് എവിടെയൊക്കെയാണോ പാസ്വേഡ് ആവശ്യമുള്ളത് അപ്പോൾ ആ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്തു. ദെൻ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ, അപ്പോൾ എനേബിളിങ് ആ ഫീൽഡും എന്ത് നമ്മൾ ചെയ്യുക, യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് സെക്യൂരിറ്റി കൺട്രോൾ കിട്ടും. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഡാറ്റ സെക്യൂർ ആക്കാം. പിന്നെ വരുന്നത് ബേസ് കറൻസി ഇൻഫർമേഷൻ ആണ്. നമ്മുടെ കമ്പനിയിൽ ബേസ് കറൻസി സിമ്പൽ എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി സിമ്പൽ എന്താണ്, അതേപോലെ ഫോർമൽ നെയിം, കറൻസിയുടെ ഫോർമൽ നെയിം. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ INR എന്ന് പറയും, ഇന്ത്യൻ റുപ്പി എന്നുള്ളതിൻ്റെ ഫോർമൽ നെയിം. പിന്നെ വരുന്നത് സഫിക്സ് സിമ്പൽ ടു എമൗണ്ട്, എമൗണ്ടിന് ശേഷം സിമ്പിൾ വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ. പിന്നെ സ്പേസ് വേണമെങ്കിൽ, എമൗണ്ടും സിമ്പലിനും ഇടയിൽ സ്പേസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. എമൗണ്ട് ഇൻ മില്യൺസിൽ വേണമെങ്കിൽ അതിന് വേണ്ട നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യുന്ന മില്യൺസിലാണെങ്കിൽ അതും സെറ്റ് ചെയ്ത് വെക്കാം. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ വേർഡ്സ് റെപ്രസെൻറ്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾക്ക് എവിടെ സെലക്ട് ചെയ്ത് വെക്കാം, ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഫോർ എമൗണ്ട്സ് ഇൻ വേർഡ്സ്, അതെല്ലാം അപ്പുറത്ത് നമ്മൾക്ക് കൃത്യമായി സ്ക്രീനിൻ്റെ സഹായത്തോടെ ഉണ്ട്. പിന്നെ നോക്കി നോക്കൂ, വൺസ് ദ ഡീറ്റെയിൽസ് ആർ ഫിൽഡ് ആൻഡ് യു പ്രസ് എൻ്റർ എഗെയിൻ, എല്ലാ ഡാറ്റയും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റർ ബട്ടൺ അമർത്താം. അപ്പോൾ സ്ക്രീനിൽ ഒരു ബോക്സ് വരും, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ, യെസ് ഓർ നോ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും എൻ്റർ ചെയ്ത ഡാറ്റ ആക്സെപ്റ്റ് ചെയ്തു. അല്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ കൊടുത്താൽ മതി, നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദ കമ്പനി ക്രിയേഷൻ ഈസ് കംപ്ലീറ്റഡ്. നമ്മളുടെ ആ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മളുടെ കമ്പനി ക്രിയേഷൻ കഴിഞ്ഞു. അങ്ങനെ ക്രിയേഷൻ കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചിത്രം ഇത് നമ്മൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ കമ്പനി ക്രിയേഷൻ കഴിഞ്ഞു, സക്സസ്ഫുള്ളായി എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് ആ പർട്ടിക്കുലർ സ്ക്രീൻ. നെക്സ്റ്റ്, സെലക്ടിങ് എ കമ്പനി. നമ്മൾക്ക് ഓൾറെഡി ടാലി സിസ്റ്റത്തിലുള്ള കമ്പനികളുടെ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പാത്വേ എന്ന് പറയുന്നത് Alt+F3 അടിച്ചു കഴിഞ്ഞാൽ കമ്പനി ഇൻഫോവിലെത്തും. ദെൻ ആ കമ്പനി ഇൻഫോവിൽ നിന്ന് ഒന്നുകിൽ ക്ലിക്ക് സെലക്ട് കമ്പനി, അതല്ലെങ്കിൽ യെസ് എന്നുള്ള ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി, കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടി Alt+F3 പ്രസ് ചെയ്യുക. അപ്പോൾ കമ്പനി ഇൻഫോവിലെത്തും. ദെൻ കമ്പനി ഇൻഫോവിൽ നിന്ന് എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് എ കമ്പനി എത്തും. അതല്ലെങ്കിൽ നമുക്ക് മൗസ് ഉപയോഗിച്ച് സെലക്ട് എ കമ്പനി ക്ലിക്ക് ചെയ്തിട്ടും കമ്പനി സെലക്ട് ചെയ്യാം. ദെൻ ആൾട്ടറേഷൻ ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കമ്പനികളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെല്ലുക. അതേപോലെ തന്നെ ക്ലിക്ക് കമ്പനി ഇൻഫോ, അതല്ലെങ്കിൽ Alt+F3 അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്പനി ഇൻഫോവിൽ എത്തും കേട്ടോ. ഏത് രീതി വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. കമ്പനി ഇൻഫോവിൽ ക്ലിക്ക് ആൾട്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. സെലക്ട് ദ കമ്പനി ഇൻ വിച്ച് വി നീഡ് ടു ആൾട്ടർ, ഏത് കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് ആൾട്ടർ ചെയ്യേണ്ടത് എങ്കിൽ ആ കമ്പനി സെലക്ട് ചെയ്യാം. ദെൻ എന്താണോ ഡാറ്റ മാറ്റം വരുത്തേണ്ടത്, അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ബോക്സിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു, യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. അതിൽ യെസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൾട്ടറേഷൻ അവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടറേഷൻസ് നടത്താം. അത് നടത്തേണ്ട കമ്പനിയെ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ്
അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു, ആൾട്ടർ ചെയ്തു, ചില സമയത്ത് കമ്പനി ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഡെലീഷൻ ഓഫ് കമ്പനി. ചില കമ്പനികൾ നമ്മൾക്ക് എന്ത് വേണ്ട, ആവശ്യമില്ല, അപ്പോൾ കമ്പനി ഇൻഫോവിൽ നിന്ന് ആൾട്ടറേഷൻസ് ഒക്കെ നടത്തി, അല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി Alt+D പ്രസ് ചെയ്താൽ മതി. നമ്മൾ Alt+F3 കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞു, അതേപോലെ Alt+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിലീറ്റ് കമ്പനി ഓപ്ഷൻ വരും. അപ്പോഴും ഇതേപോലെ യെസ് ഓർ നോ എന്ന് പറയുന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി വിൽ ബി ഡിലീറ്റഡ്. എന്നിട്ട് നമ്മളുടെ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെയുള്ള സ്ക്രീൻ കിട്ടും. ഏത് കമ്പനിയാണോ ഡിലീറ്റ് ചെയ്തത് അതിൻ്റെ ഡാറ്റ അതിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഷട്ടിങ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അത് ഷട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെയ്യുക, കമ്പനി ഇൻഫോ അല്ലെങ്കിൽ F3 പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. ആ സ്ക്രീനിൽ ലാസ്റ്റിൽ ഷട്ട് കമ്പനി ഫീൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ H എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്യുക, അതും അല്ലെങ്കിൽ Alt+F1 ചെയ്യും. ദെൻ ക്ലിക്ക് F1. അതിലത്തെ ഏത് ചെയ്താലും വേണ്ടി Alt+F1 അല്ലെങ്കിൽ ക്ലിക്ക് F1 ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് കമ്പനി ഓൺ ദ അങ്ങനെ ആ ഒരു ഓപ്ഷൻ നമുക്ക് റൈറ്റ് പെയിനിൽ കിട്ടും. അപ്പോൾ ആ ഷട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഷട്ട് ചെയ്യും. ഫീച്ചേഴ്സ് ആൻഡ് കോൺഫിഗറേഷൻസ്. നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സും സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഓപ്ഷൻസ് ആണ് ഫീച്ചേഴ്സും കോൺഫിഗറേഷനും. Features means the options enabling us to set and maintain books of records, and it include accounting features, inventory features, and statutory and taxation features. അപ്പോൾ ഈ ഫീച്ചേഴ്സിൽ എത്തണമെങ്കിൽ ക്ലിക്ക് ഫീച്ചേഴ്സ് ഓൺ വെർട്ടിക്കൽ ബട്ടൺ ബാർ. റൈറ്റ് പെയിനിലുള്ള വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫീച്ചേഴ്സിൻ്റെ ഫീൽഡിലെത്താം. അതല്ലെങ്കിൽ F11 പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഈ ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു 3 കാറ്റഗറി ഉണ്ട്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സും ഇൻവെൻ്ററി ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഫീച്ചേഴ്സും. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് ജനറൽ ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന സ്ക്രീൻ ഡിസ്പ്ലേ സ്ക്രീനുകൾ ഇതിൽ തന്നിട്ടുണ്ട്, പിക്ചേഴ്സ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻ്ററി അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓൺലി അങ്ങനെയൊക്കെയുള്ള ചില ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതിലൂടെ നമ്മൾക്ക് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലൊക്കെയുള്ള സെറ്റിങ്സ് നടത്താനാണ് ജനറൽ ഫീച്ചേഴ്സിൽ വരുന്നത്. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലെ ജനറൽ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഇറ്റ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ്. അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ദെൻ കോസ്റ്റ് പ്രോഫിറ്റ് സെൻറ്റർ മാനേജ്മെൻറ്റ്. പേറോൾ മെയിൻ്റനൻസിന് കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെയൊക്കെ മെയിൻ്റനൻസിന് വേണ്ടിയാണ് ആ ഓപ്ഷൻ. പിന്നെ വരുന്ന ഫീച്ചറാണ് ഇൻവോയ്സിങ്. റെക്കോർഡിംഗ് പർച്ചേസസ് ഇൻ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് മോഡിലാവണമെങ്കിൽ നമ്മൾ ഇൻവോയ്സിങ് എന്നുള്ള ഓപ്ഷൻ യെസ് എന്ന് എനേബിൾ ചെയ്യണം. അതേപോലെ തന്നെ സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, ഡെബിറ്റ്, ക്രെഡിറ്റ് നോട്ട് അതൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് യെസ് എന്ന് കൊടുക്കണം. പിന്നെ ബഡ്ജറ്റ് ആൻഡ് സിനോറിയോ മാനേജ്മെൻറ്റ് അത് വേണമെങ്കിലും യെസ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. പിന്നെ വരുന്നതാണ് ബാങ്കിങ് ഫീച്ചേഴ്സ്. ചെക്ക് പ്രിൻറ്റിങ് അതേപോലെ തന്നെ ചെക്കിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, യെസ് എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് അതർ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ അതിൽ അതർ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ടു എനേബിൾ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻസ് വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതർ ഫീച്ചേഴ്സ് യെസ് എന്ന് പറഞ്ഞ് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഈ ഫീച്ചേഴ്സ് എല്ലാം എനേബിൾ ചെയ്യുമ്പോഴും നിങ്ങളോട് ഒരു ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, ആക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ, യെസ് ഓർ നോ. അപ്പോൾ അതിൽ യെസ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുത്ത ഫീച്ചേഴ്സ് എല്ലാം എനേബിൾ ചെയ്തിട്ടുള്ള സ്ക്രീന് ഡിസ്പ്ലേയിൽ വരും.
പിന്നെ വരുന്നതാണ് ഇൻവെന്ററി ഫീച്ചേഴ്സ്. ഇൻവെന്ററി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ജനറൽ സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇൻവെന്ററി പറഞ്ഞാൽ നമുക്കറിയാലോ സ്റ്റോക്ക് കൺട്രോളുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ രീതിയിൽ, അപ്പൊ ജനറലില് ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി, അത് നമ്മളുടെ ഓപ്ഷൻ അനുസരിച്ച് യെസ് എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണോ വേണ്ടത് അതെല്ലാം യെസ് എന്ന് പറഞ്ഞ് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇൻവോയ്സിങ് ആണെങ്കിലും പിന്നെ എല്ലാ സെറ്റിങ്സും അടിച്ചു കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ യെസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻവെന്ററി ഫീച്ചേഴ്സും എനേബിൾ ആയി കിട്ടും. പിന്നെ വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കമ്പനി കൊടുക്കുമ്പോൾ ഏത് രാജ്യത്തുള്ള കമ്പനിയാണ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ രാജ്യത്തും ടാക്സേഷൻ പോളിസിയിലൊക്കെ വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിലെ GST, VAT, സർവീസ് ടാക്സ് അതൊക്കെ ഇന്ത്യൻ റൂൾസ് പ്രകാരമുള്ളതാണ്. അപ്പോൾ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യണം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഫീച്ചേഴ്സിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ടാക്സേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിനനുസരിച്ച് ബുക്സ് ആൻഡ് അക്കൗണ്ട്സിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എഫക്റ്റ് നമ്മൾക്ക് കാണാൻ കഴിയും. അതിനുള്ള ഫീച്ചറാണ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഫീച്ചർ. പിന്നെ വരുന്നതാണ് കോൺഫിഗറേഷൻ. ഇപ്പോൾ പാൻ നമ്പർ, കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ബോക്സ് വരും. യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് ഫീച്ചറായി വരും. കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്താം. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ദാറ്റ് ഹെൽപ്പ് യു ടു മോഡിഫൈ ദ വേ എ ഫീച്ചർ വർക്ക്. നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനാണ് കോൺഫിഗറേഷൻ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് F12 ആണ്. അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ലൊക്കേറ്റഡ് ഓൺ വെർട്ടിക്കൽ ബട്ടൺ ബാർ ഇൻ ദ ലാസ്റ്റ്. വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ ലാസ്റ്റിലെ കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അല്ലെങ്കിൽ ഏത് കീ ഉപയോഗിച്ചാൽ മതി? F12 ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കോൺഫിഗറേഷൻ നടത്തുമ്പോൾ ഓരോ ഫീച്ചേഴ്സിൽ നമ്മൾ ആൾറെഡി എനേബിൾ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് ആണ് കോൺഫിഗറേഷനിൽ വരുന്നത്. അപ്പോൾ ആ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ഓരോ കോൺഫിഗറേഷൻ, ഇപ്പോൾ ഓരോ സ്ക്രീനിൽ ജനറൽ കോൺഫിഗറേഷൻ ഉണ്ട്. അതിൽ കൺട്രി സെലക്ട് ചെയ്യുക, സെലക്ട് കൺട്രി. അതേപോലെ തന്നെ ന്യൂമറിക് സിംബൽസിനെ കോൺഫിഗറേഷൻ നടത്താം. ന്യൂമറിക് സിംബൽസ് അതിൻ്റെയൊക്കെ സ്ക്രീൻ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കൃത്യമായി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൗച്ചർ എൻട്രി റിലേറ്റഡ് കോൺഫിഗറേഷൻസ് നടത്താം. അക്കൗണ്ടിങ് ആൻഡ് ഇൻവെന്ററി ഇൻഫോയിലും എല്ലാം അതിൽ വ്യത്യാസങ്ങൾ വരുത്താം. പിന്നെ ഏതെങ്കിലും സ്കിപ്പ് ഡേറ്റ്, ഫാസ്റ്റർ എൻട്രിക്ക് വേണ്ടി സ്കിപ്പ് ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ രീതിയിൽ കോൺഫിഗറേഷൻ നടത്താം. പിന്നെ ഇൻവെന്ററി ഓർ ഓർഡർ എൻട്രി അതെന്തിനാണ്? വിൽ ലെറ്റ് യു കോൺഫിഗർ അഡീഷണൽ തിങ്സ്, അതായത് എക്സ്പോർട്ട് ഡീറ്റെയിൽസ്, ഷിപ്പിംഗ് ഡീറ്റെയിൽസ് അതിനൊക്കെ. പിന്നെ പേറോൾ കോൺഫിഗറേഷൻ അതെന്തിനു വേണ്ടിയാണ്? യൂസ്ഡ് ടു കോൺഫിഗർ അഡീഷണൽ ഡീറ്റെയിൽസ് ഫോർ ദ എംപ്ലോയി. പിന്നെ വരുന്നത് ബാങ്കിങ് കോൺഫിഗറേഷൻ ആണ്. ഇറ്റ് വിൽ ലെറ്റ് യു കോൺഫിഗർ ബാങ്കിങ് ഡീറ്റെയിൽസ്. പിന്നെ പ്രിന്റിംഗ് കോൺഫിഗറേഷൻ ഉണ്ട്. പ്രിന്റിംഗ് സ്ക്രീൻസിൻ്റെ വ്യത്യാസങ്ങൾക്ക് ഇമെയിലിംഗ് ഹെൽപ്പ് യു കോൺഫിഗർ ഇമെയിൽ റിലേറ്റഡ് ഡീറ്റെയിൽസ്. പിന്നെ ഡാറ്റ കോൺഫിഗറേഷൻ ഉണ്ട്. ഡാറ്റയിൽ ലൊക്കേഷനിലോ എക്സ്പോർട്ട് ഫയലിലോ അതിനൊക്കെ. പ്രോഡക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് അതിൽ നമ്മൾക്ക് കറൻറ്റ് പ്രോഡക്റ്റ് ഇൻസ്റ്റാൾഡ് ഇൻ ദ സിസ്റ്റം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പിന്നെ ലൈസൻസിങ് അതെന്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്? സറണ്ടർ, റീസെറ്റ് ലൈസൻസ് അങ്ങനെയുള്ള കോൺഫിഗറേഷന് വേണ്ടി. പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് ക്വിറ്റ്. ക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എനേബിൾ യു ടു റിട്ടേൺ ടു ദ മെയിൻ സ്ക്രീൻ ഓഫ് ഗേറ്റ്വേ ഓഫ് ടാലി. അത്രയും കോൺഫിഗറേഷൻസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫീച്ചേഴ്സും കോൺഫിഗറേഷൻസുമാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത്. Then last topic of this unit, shutting Tally ERP.
In order to quit from the tally, we have to choose ESC/E button. എസ്കേപ്പ് ബട്ടൺ ഉണ്ടല്ലോ, എസ്കേപ്പ് പ്ലസ് ഇ ആണ്. അതിൽ പ്രൊമോട്ടഡ് ടു ക്വിറ്റ് വരും. അപ്പോൾ നമ്മൾ യെസ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ക്രീനുകളും ആദ്യം ക്ലോസ് ചെയ്യണം. നമ്മൾ ടാലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോരണമെങ്കിൽ എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്യാം. ലാസ്റ്റിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലെത്തും. ഗേറ്റ് വേ ഓഫ് ടാലിയിലെത്തുമ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വാണ്ട് ടു ക്വിറ്റ് എന്നുള്ള രീതിയിൽ നമ്മളോട് സമ്മതം ചോദിക്കും. അപ്പോൾ നമ്മൾ യെസ് ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാലിയിൽ നിന്ന് ഷട്ട് ചെയ്ത് പോരാം, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോരാം. ഇനി എക്സിറ്റ് വിത്തൗട്ട് കൺഫർമേഷൻ ആണെങ്കിൽ Ctrl+Q പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ ബട്ടണും Q കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടാലിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. പക്ഷെ എങ്ങനെയാണ്? എക്സിറ്റ് വിത്തൗട്ട് കൺഫർമേഷൻ ആണ്. ഇനി നമ്മളുടെ കീബോർഡിലുള്ള ചില കൺവെൻഷൻസ് ആണ് പറയുന്നത്, ചില ഫങ്ഷൻസ് കീസും അതെങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ആക്ഷൻസിൽ ഫങ്ഷൻ F11 എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ F11 ഫീച്ചേഴ്സ്, F12 കോൺഫിഗറേഷൻ എന്നൊക്കെ. അപ്പോൾ F11 ഫീച്ചേഴ്സ് ആണ്. അത് നമ്മൾ എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത്? പ്രസ് ദ കീ, F11 മാത്രം പ്രസ് ചെയ്താൽ മതി. അല്ലാതെ അതിൻ്റെ കൂടെ ആൾട്ടോ കൺട്രോളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. F11 ആ ഫങ്ഷൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് എത്തും? ഫീച്ചേഴ്സിലെത്തും. ദെൻ രണ്ടാമതായി പറയുന്നത് ഫങ്ഷൻ കെ ആണ്, കീബോർഡ്. അപ്പോൾ ലെറ്റർ കെ എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രസ് ചെയ്യണം? Alt+ കീ ആണ്. Alt+ കെ അടിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് എവിടെ എത്താൻ കഴിയുക? കീബോർഡിൽ എത്താൻ കഴിയുന്നത്. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ കെ. അതെങ്ങനെയാണ്? കൺട്രോൾ സെൻറ്റർ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് Ctrl+K ആണ്. അപ്പോൾ Alt+K അടിക്കുമ്പോൾ കീബോർഡ്, Ctrl+K അടിക്കുമ്പോൾ കൺട്രോൾ സെൻറ്റർ. അങ്ങനെ ഓരോ ഫങ്ഷൻസിലും ഓരോ ബട്ടൺസ് ഓരോ രീതിയിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ടാലി എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചു കാലമായി എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൽ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓപ്ഷൻ യൂസ്ഡ് ഇൻ ടാലി ടു ക്ലോസ് ആൻഡ് ഓപ്പൺ കമ്പനി. ഓപ്പൺ കമ്പനി ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്? പിന്നെ F2 ഓപ്ഷൻ എന്താണ്? അങ്ങനെ ഓരോന്നിൻ്റെയും ഷോർട്ട് കട്ടുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്ത് നോക്കാം. ലാസ്റ്റിൽ വരുന്ന കീവേഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ എക്സർസൈസിൽ ലാസ്റ്റിൽ നെയിം ഓഫ് കമ്പനി, അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. ഏതെങ്കിലും ആൻസേഴ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ 1813 ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യുക. ആദ്യം സ്വയം വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ആൻസർ ശരിയാണോ എന്നുള്ളത് ആൻസർ ക്ലൂവിൽ നോക്കാം. ഇത്രയാണ് നമ്മൾക്ക് 18ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ആൻഡ് ക്രിയേഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്ന യൂണിറ്റിൽ പഠിക്കാനുള്ളത്.